മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നല്ല വിശപ്പുള്ള രണ്ട് ചെന്നായികൾ, ആ ചെന്നായ്ക്കൾ ഒരു ആടിനെ ആക്രമിച്ചുണ്ടാവുന്ന ആപത്തിനേക്കാൾ എത്രയോ വലുതാണ് സമ്പത്തിനോടുള്ള ആർത്തിയും സ്ഥാനമോഹവും ഒരു വ്യക്തിയുടെ ദീനിലുണ്ടാക്കുന്ന വിപത്ത്. ഒരു മനുഷ്യനെ, ഒരു ആട്ടിൻകുട്ടിയെ ചെന്നായ്ക്കൾ, രണ്ട് ചെന്നായ്ക്കൾ ഒരാട്ടിൻകുട്ടിനെ ആക്രമിച്ചിട്ടുണ്ടാകുന്ന വിപത്ത് എത്രയാണോ അതിനേക്കാൾ വലിയൊരു വിപത്താണ് ഒരു മനുഷ്യന്റെ സമ്പത്തിനോടും അധികാരത്തിനോടും ഉണ്ടാകുന്ന വിപത്ത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ധനത്തോടുള്ള ആർത്തി ഏത് നെറുകേടിലൂടെയാണെങ്കിലും ഏത് രൂപത്തിലൂടെയാണെങ്കിലും സമ്പത്തുണ്ടാക്കണം എന്ന രൂപത്തിൽ, എങ്ങനെങ്കിലും സ്ഥാനം കിട്ടണം മോഹം, ആ ഒരു അധികാരം കിട്ടണമെന്ന മോഹം ഏത് തോന്നിവാസം ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏത് മുഖേനയും ദീൻ നശിപ്പിക്കാൻ വേണ്ടി, സാമ്പത്തികമാവട്ടെ അധികാരങ്ങൾ ഉപയോഗിച്ചാവട്ടെ ഏത് രൂപത്തിലായാലും വേണ്ടിയില്ല, പരിശുദ്ധമായ ദീനിനെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവർക്ക് വലിയ നാശമുണ്ട്. അത് വലിയൊരു വിപത്താണ്. ചെന്നായ്ക്കൾ ആടിനെ കടിക്കുന്നതിനേക്കാൾ വലിയൊരു വിപത്തായി മുത്തനബി പറഞ്ഞത് സമ്പത്തിനോടും അധികാരത്തിനോടുമുള്ള ആർത്തിയാണെന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തിയതാണ്. മുത്തനബി പഠിപ്പിക്കുകയാണ്, സമ്പത്ത് എങ്ങനെങ്കിലൊക്കെ ഉണ്ടാവണം. ആ സമ്പത്ത് എങ്ങനെങ്കിലൊക്കെ ഉണ്ടായിട്ട് അധികാരങ്ങൾ പിടിച്ചെടുത്തിട്ട് വിശുദ്ധമായ ദീനിനെ നശിപ്പിക്കണം എന്ന ചിന്ത ഒരിക്കലും ഉണ്ടായിക്കൂടാ. സമ്പത്തുണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ റബ്ബിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഹലാലായ രൂപത്തിൽ സമ്പത്തുണ്ടാക്കാൻ, അതൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.